സോഷ്യൽ സയൻസ് പാർട്ട് 1 ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വാട്ട് ഈസ് സ്റ്റൈൽ ഓഫ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഇൻ സൗത്ത് ഇന്ത്യ? ദക്ഷിണേന്ത്യയിലെ ക്ഷേത്ര നിർമ്മാണ ശൈലി അറിയപ്പെടുന്ന പേരെന്താണ്? ദ്രവിഡ സ്റ്റൈൽ. ആ ദ്രവിഡ സ്റ്റൈൽ ഏത് കാലഘട്ടത്തിലാണ് രൂപപ്പെട്ടത്? നമ്മൾ മനസ്സിലാക്കിയതാണ് പല്ലവ കാലഘട്ടത്തിൽ. പല്ലവന്മാരാണ് ദ്രാവിഡ വാസ്തുശില്പകല രൂപപ്പെടുത്തിയത്. നമുക്കറിയാവുന്ന കാര്യമാണ്. വിച്ച് കൺട്രി ഹാസ് ദ ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇനി അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേയ്സ് ഈസ് ഒബ്സർവ്ഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 10 ഡിസംബർ 10 ഡിസംബർ 10. ബ്യൂറോക്രസി ഈസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് എക്സിക്യൂട്ടീവ്? ഫസ്റ്റ് ടൈമിൽ നിന്നുള്ള ചോദ്യങ്ങളും സെക്കൻഡ് ടൈമിൽ ചോദിക്കാം. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം ഏകദേശം 24 മാർക്കിൻ്റെ ചോദ്യങ്ങൾ സെക്കൻഡ് ടൈമിലുണ്ടാവും. ഫസ്റ്റ് ടൈം അതായത് 80 മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് 24 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 40 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ 12 മാർക്കിൻ്റെ ഇതും. ബ്യൂറോക്രസി ഈസ് ഇൻക്ലൂഡഡ് ഇൻ വിച്ച് എക്സിക്യൂട്ടീവ്? ഉദ്യോഗസ്ഥ വൃന്ദം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എവിടെയാണ്? പെർമനന്റ് എക്സിക്യൂട്ടീവിനകത്താണ്, സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിനകത്താണ്. നെയിം ദ കൺട്രി വെയർ ദ ഫാഹിയൻ കേവ് ഈസ് സിറ്റുവേറ്റഡ്? ഫാഹിയൻ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീലങ്കയിലാണ്. ഇനി പ്രിപ്പയർ എ നോട്ട് ഓൺ ശ്രേണീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഗുപ്ത പീരീഡ്? ഗുപ്ത കാലഘട്ടത്തിലെ ശ്രേണിയെ കുറിച്ചാണ് പറയേണ്ടത്. ശ്രേണി സംവിധാനം. ശ്രേണി എന്ന് പറയുമ്പോൾ ഗുപ്ത കാലഘട്ടത്തിൽ നമ്മൾ മെർച്ചന്റ് ഗിൽഡ് എന്നാണ് വിളിക്കുന്നത്. ക്രാഫ്റ്റ് അസോസിയേഷൻ ആണ് അതിനെ വിളിക്കുന്ന പേരാണ് ഗിൽഡ് എന്നൊക്കെ പഠിച്ചുകൊണ്ട്. അതേസമയം സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ അത് നമ്മളെ വിളിക്കുന്ന പേര് വണിക കമ്മ്യൂണിറ്റീസ് എന്നാണ്. അടുത്ത വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ഹൈ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് ഇൻ കേരള? അപ്പോൾ ഉയർന്ന ആയുർ ദൈർഘ്യത്തിൻ്റെ കാരണം എന്താണ്? ഉയർന്ന ആയുർ ദൈർഘ്യത്തിൻ്റെ കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നൊക്കെ ചേർത്തൊരു 5-6 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പൊതുവിതരണ സമ്പ്രദായമൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ളത്. അടുത്ത റൈറ്റ് നോട്ട് ഓൺ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്? സ്ത്രീധന നിരോധന നിയമത്തെക്കുറിച്ച് 1961 പാസ്സാക്കിയത്. അതെന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ന്യൂയോളിത്തിക് ഏജ്? നവീന ശിലായുഗ കാലഘട്ടത്തെക്കുറിച്ച്. നവീന ശിലായുഗത്തെ കാലഘട്ടത്തിൽ അത് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നവീന ശിലായുഗം. ആ നവീന ശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യൻ സ്ഥിരവാസം ആരംഭിച്ചതും കൃഷി ആരംഭിച്ചതും നമ്മൾ 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ്? പ്രസിഡന്റ് ചുമതലകൾ എന്തെല്ലാം? ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഡെവലപ്ഡ് സൗത്ത് ഇന്ത്യ ത്രൂ 3 phases. വിച്ച് ആർ ദ 3 phases? ക്ഷേത്ര നിർമ്മാണം 3 ഘട്ടങ്ങളിലൂടെയാണ് വികസിച്ച് വന്നത്. അവ ഏതല്ല? മൊണോലിത്തിക്, രഥ ടെമ്പിൾ, അങ്ങനെ ഒരു കോളത്തിനകത്ത് കിടപ്പുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ഗുപ്ത പീരീഡ്? ഗുപ്ത കാലഘട്ടത്തിൽ കൃഷി പുരോഗമിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തല്ല? അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കൃഷി പുരോഗമിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബ്രാഹ്മിൺസ് നോളജ് അബൌട്ട് അഗ്രികൾച്ചർ ആൻഡ് ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തതാണ്. പിന്നെ വാട്ട് വർ ദ ചേഞ്ചസ് ദാറ്റ് ബ്രോട്ട് അബൌട്ട് ദ ലാൻഡ് ഗ്രാൻഡ് സ്റ്റോർ ഇൻ ദ ഗുപ്ത പീരീഡ്? ഗുപ്ത കാലഘട്ടത്തിൽ ഭൂമിദാന സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായെന്നുള്ളത് ഒരു കോളത്തിനകത്ത് തുടക്കം തന്നെ നൽകിയിട്ടുണ്ട് ചാപ്റ്ററിന്റെ ആദ്യം. വാട്ട് ഈസ് മൈഗ്രേഷൻ? മൈഗ്രേഷൻ അഥവാ കുടിയേറ്റം എന്നാൽ എന്ത്? വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ? ഏതൊക്കെയാണ് മൈഗ്രേഷൻ? ഇന്ത്യയിലും അങ്ങനെ 2 നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈഗ്രേഷൻ എന്താണെന്നുള്ളത്. പിന്നെ അവിടെ ഈ ചാപ്റ്ററിൽ ആ ചാപ്റ്ററിലല്ല നമ്മൾ ഗുപ്തന്മാരെ കുറിച്ച് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് അഭിജ്ഞാന ശാകുന്തളം. അഭിജ്ഞാന ശാകുന്തളം ആരെഴുതിയതാണ്? കാളിദാസന്റെയാണ്. മൃച്ഛകടിക ശൂദ്രകന്റെയാണ്. സ്വപ്നവാസവദത്ത ഭാസന്റെയാണ്. ത്രികണ്ഠി ഭർതൃഹരി. അപ്പോൾ ഇത് ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും മിക്കവാറും മാത്സ് പോലെ ചോദിക്കാൻ സാധ്യത. വാട്ട് ആർ ദ ഡിഫറെന്റ് സ്റ്റേജസ് ത്രൂ വിച്ച് വിൽ ബിക്കം എ ലോ? ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്. വ്യത്യസ്ത ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്. അവസാനം അത് പ്രസിഡന്റ് കൈമാറും. പ്രസിഡന്റ് ഒപ്പിടുന്നതോടുകൂടി അത് ബിൽ ബിക്കം ലോ ആയിട്ട് മാറും. പിന്നെ വിച്ച് ആർ ദ 2 branches ഓഫ് ഡെമോഗ്രഫി? സോഷ്യൽ ഡെമോഗ്രഫിയും ഫോമൽ ഡെമോഗ്രഫിയും മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? ജനസംഖ്യ ലാഭവിഹിതം എന്നാണെന്ത്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്? ജനസംഖ്യ ലാഭവിഹിതത്തിന്റെ നേട്ടങ്ങൾ എന്തെല്ലാം? അത് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലാസ്റ്റ് എസ് എന്ന നിലയിൽ എക്സ്പ്ലെയിൻ ദ പ്രോഗ്രസ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആൻഡ് സോഷ്യൽ ലൈഫ് ഇൻ ഗുപ്ത പീരീഡ്? ഗുപ്ത കാലഘട്ടത്തിലെ കച്ചവട വാണിജ്യ സമ്പ്രദായത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. ഡിസ്ക്രൈബ് ദ കമ്പോസിഷൻ ഓഫ് ആൻഡ് ഫംഗ്ഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച്, ഇലക്ഷൻ കമ്മീഷന്റെ ഘടനയും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിൻ്റെ ചുമതലകളെക്കുറിച്ചും ഒരു കുറിപ്പ് എഴുതുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയതാണ്.